കൃഷ്ണ. ഇന്നലെ മാർച്ച് 20 ലോക സന്തോഷ ദിനമായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് സന്തോഷകരമായ ഒരു കാഴ്ച കാണാനായിട്ട് സാധിച്ചില്ലേ? 9 മാസങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് നിന്ന് സുനിത വില്യംസും സുഹൃത്തുക്കളും കൂടെ പേടകത്തിൽ ഭൂമിയിലേക്ക് വന്നിറങ്ങുന്ന ആ കാഴ്ച. അപ്പോൾ എത്ര മനോഹരമായ ചിരിയായിരുന്നു അല്ലേ? നമ്മുടെയൊക്കെ മനസ്സങ്ങോട്ട് ഒരുപാട് സന്തോഷിച്ച ഒരു നിമിഷം. അപ്പോൾ അതിനായിട്ട് അവർ കാണിച്ച, അതായത് ഇത്രയും ദിവസവും അവിടെ നിൽക്കാനായിട്ട് അവർക്ക് സാധിച്ചതും, അതുപോലെ തന്നെ ഒത്തിരി ശാരീരികവും മാനസികവും പിന്നെ ഹൃദയ സംബന്ധമായതും നാഡീ സംബന്ധമായതും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നറിയാമായിട്ടും ആ വെല്ലുവിളികളൊക്കെ നല്ല ചങ്കൂറ്റത്തോടെ ഏറ്റെടുത്ത് ആ ബഹിരാകാശ യാത്രയൊക്കെ പൂർത്തിയാക്കി. അതായത് അവിടെ പോയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മടങ്ങാനിരുന്നതിനൊക്കെ തടസ്സം നേരിട്ടിട്ടാണ് ഇത്രയും മാസങ്ങളോളം അവിടെ കഴിയേണ്ടി വന്നത്. ആ കാലഘട്ടങ്ങളെയൊക്കെ അതിജീവിച്ച് നല്ല സന്തോഷവതിയായിട്ട് ഭൂമിയിലേക്ക് മടങ്ങി വന്നപ്പം ആ കാഴ്ച കാണാൻ സാധിച്ചത് ഈ സന്തോഷ ദിനത്തിലെ ഒരു നല്ല ഒരു നിമിഷമായിരുന്നത്. അപ്പം ഞാൻ അതിങ്ങനെ കുറേ നേരം ആകാംക്ഷയോടെ കാത്തിരുന്ന് കണ്ടു. അപ്പം അവരുടെ ആ ഒരു ശാസ്ത്ര മനോഭാവവും ആ ശാസ്ത്ര ബുദ്ധിയും പിന്നെ അതിലേറെ അവരുടെ ആ സാഹസികതയും പിന്നെ ആത്മധൈര്യവും ഇതെല്ലാം കണ്ട് ശരിക്കും പറഞ്ഞാൽ വളരെ കൊതിയോടുകൂടിയാണ് ഞാനതെല്ലാം കണ്ടത്. ഒരു സ്ത്രീ എന്ന നിലയിൽ അവർ നേടിയ നേട്ടം അല്ലേ, വളരെ അഭിമാനാർഹമായത്, വളരെ ഗംഭീരമായ നേട്ടമായിരുന്നു. അപ്പോൾ അതൊരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. അതിലേറെ പിന്നെ എനിക്ക് സന്തോഷം തോന്നിയതാണ് അവർ നടത്തിയ ആ ഒരു, അവർക്ക് അവിടെ നല്ല മനസ്സംയമനത്തോടും അതുതന്നെയല്ല നല്ല ആത്മധൈര്യത്തോടും ഒക്കെ കൂടെ അതിജീവിക്കാൻ കഴിഞ്ഞത്. അവർ കൂടെ കൊണ്ടുപോയ ഒരു ഗണപതി വിഗ്രഹവും ഭഗവത്ഗീതയും ഉപനിഷത്തും ഒക്കെയാണെന്നുള്ള ആ ഒരു സത്യം ലോകത്തോട് തുറന്നു പറഞ്ഞപ്പോൾ ഉണ്ടായ, എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഭഗവത്ഗീത പഠിക്കുന്ന ഓരോരുത്തർക്കും അറിയാം ഭഗവാൻ നമ്മളെ ഏതെല്ലാം സാഹചര്യങ്ങളിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഭഗവത്ഗീത നെഞ്ചോട് ചേർത്ത് ഒരാളെപ്പോലും ഭഗവാൻ ഉപേക്ഷിക്കുകയില്ല. അത്രയ്ക്കും ശാസ്ത്ര ഗ്രന്ഥമാണ് ഈ ഭഗവത്ഗീത. അപ്പം ഇത്രയും നല്ലൊരു ശാസ്ത്രബോധമുള്ള ഒരു സ്ത്രീ അത് നമ്മളോട് പറയുമ്പം തീർച്ചയായിട്ടും അല്ലേ നമുക്ക് കേട്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അപ്പം അതെന്നെ ഇന്നലെ ഒരുപാട് സന്തോഷിപ്പിച്ചു. അപ്പം അത് നിങ്ങളോടൊന്ന് പറയണമെന്ന് വിചാരിച്ചു.